എല്ലാവർക്കും വോളിയം പ്രൊഫൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡേറ്റ് ജൂൺ 6 സാറ്റർഡേ 2026 ആണ്. നമ്മൾ 3 ദിവസമായിട്ട് വീഡിയോസ് ഒന്നും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. പക്ഷേ നമ്മൾ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. 3 ദിവസം നാളെ കൊടുത്ത എല്ലാ ട്രേഡും പ്രോഫിറ്റ് തന്നെയായിരുന്നു. എനിക്കൊന്ന് ബുധനാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച ഈ 3 ദിവസങ്ങളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. വോളിയം പ്രൊഫൈൽ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് അറിയാം. ഓക്കെ, കൊടുത്തിട്ട് അവിടെ കിട്ടിയില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്നിട്ട് പറയാം. എല്ലാ ദിവസങ്ങളിലും ഞാൻ ആയിട്ടുള്ള ട്രേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസങ്ങളിലും നമുക്ക് മാന്യമായ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. 3 ദിവസങ്ങളിൽ നമുക്ക് ഹെവി പ്രോഫിറ്റ്, മാന്യമല്ല ഹെവി പ്രോഫിറ്റ് തന്നെ നമ്മളെ ലെവൽസിലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സെൻസെക്സിൻ്റെ ബുധനും വ്യാഴാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ഏകദേശം 200-300 പോയിന്റ് വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെയും നമുക്ക് അത്യാവശ്യം നല്ല പോയിന്റ് തന്നെ ഇന്നലെയും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാൻ സെൻസെക്സിൻ്റെ ഇപ്പം നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രീമിയം നമുക്ക് ഇപ്പം കിട്ടത്തില്ല. നിഫ്റ്റിയുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ ഇന്നലെ കൊടുത്ത ട്രേഡ്, ഓക്കെ, ഇന്നലെ നമ്മൾ ഓൾറെഡി ഒരു റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു സപ്പോർട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ. ഓക്കെ, അതിന് മുമ്പായിട്ട് ഓക്കെ ജസ്റ്റ് ഇതിപ്പോൾ ചൊവ്വാഴ്ചത്തെ ലെവൽസ്, ഓക്കെ ജസ്റ്റ് 1 മിനിറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ചൊവ്വാഴ്ച ഞാൻ കുറച്ച് ലെവൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ബുധനാഴ്ച ട്രേഡ് ചെയ്യാൻ വേണ്ടി കൊടുത്ത ലെവൽസാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ അതിൻ്റെ കാര്യങ്ങളൊന്നും പറയാം. കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ആളുകൾക്കറിയാം, നിഫ്റ്റിയുടെ എക്സ്പയറി ഡേയിൽ നമ്മളൊരു ട്രേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. നിഫ്റ്റിയുടെ എക്സ്പയറി ഡേയിൽ ഒരു ലെവൽസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലെവൽസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള ദിവസത്തേക്ക് പോവാം. ഓക്കെ, നമുക്ക് കുറച്ച് ട്രാപ്പായ ലെവൽസ് ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രാപ്പായ ലെവൽസിൽ ആണ് നമുക്ക് മാർക്കറ്റിലൊരു ബൈയിങ് വന്നിട്ടുണ്ടായിരുന്ന ബൈയിങ് വന്നിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ എക്സ്പയറിയിൽ. ഓക്കെ, അപ്പോൾ ബുധനാഴ്ച ട്രേഡ് കാര്യങ്ങളൊന്നും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ലെവൽസ് വെച്ചിട്ട് ഓക്കെ ഇതായിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്ന ലെവൽസ്. ഓക്കെ, അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി സെൻസെക്സിൻ്റെ ബുധനാഴ്ച, ഓക്കെ ബുധനാഴ്ച നമ്മൾ സെൻസെക്സിലാണ് ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ദിവസം നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ലെവൽസിൻ്റെ താഴെ പോയി. ഓക്കെ, ഇത് നിങ്ങൾക്ക് ലാസ്റ്റ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ലെവൽസ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ റീസൺ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, അതിനുശേഷം അവിടെ നിന്ന് റീടെസ്റ്റ് എടുത്തു. ഏകദേശം നമ്മൾ പുട്ട് മേടിച്ചു. ആ സമയത്ത് പുട്ടിലാണ് നമുക്ക് ഹെവി ആയിട്ടുള്ള ബുധനാഴ്ച നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും, സെൻസെക്സിൽ ഹെവി മൂവ്മെൻ്റ് ആയിരിക്കും നമുക്ക് പ്രീമിയത്തിൽ കിട്ടുന്നത്. ഓൾമോസ്റ്റ് നമ്മളെ ലെവൽസിൽ നിന്ന് 140 പോയിന്റ് ഉണ്ടായിരുന്നു. പക്ഷേ സെൻസെക്സിൻ്റെ പ്രീമിയത്തിൽ ഏകദേശം 240-260 പോയിന്റ് നമുക്ക് പ്രീമിയം ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനുശേഷം ഞാൻ ലൈവിൽ, ഓക്കെ ബുധനാഴ്ച ലൈവിൽ ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ്, ഓക്കെ വോളിയം പ്രൊഫൈലിലെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ കുറച്ച് ലെവൽസ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. മാർക്കറ്റിൽ ഇമ്പോർട്ടാണെന്ന് പറഞ്ഞിട്ടുള്ള ലെവൽസാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആ ലെവൽസിൻ്റെ ഫസ്റ്റ് സോൺ ഇതാണ്. അതിനുശേഷം സെക്കൻഡ് സോൺ ഈ ഒരു ലെവലാണ് സെക്കൻഡ് സോണായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ലെവലിൽ ടാപ്പ് ചെയ്ത് പോയി. അതിനുശേഷം നെക്സ്റ്റ് സപ്പോർട്ട് എടുത്തത് ഇവിടെയാണ്. നമ്മൾ ആ സമയത്ത് സെൻസെക്സിൻ്റെ ഒരു സീല് ട്രേഡ് ചെയ്തിട്ടുണ്ടായത് ഏകദേശം 10-300 പോയിന്റ് നമുക്ക് പ്രീമിയം അതിനകത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സെൻസെക്സിൻ്റെ എക്സ്പയറി ഡേയിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം കറക്റ്റ് ആ ലെവൽ, കാരണം ഈ ലെവൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹെവി സപ്പോർട്ടാണ്. ആ ലെവലിലാണ് സെൻസെക്സിൻ്റെ, കാരണം എന്ന് വെച്ചാൽ വ്യാഴാഴ്ച മാർക്കറ്റ് ഓൾമോസ്റ്റ് സൈഡ് വേസ് ആയിരുന്നു. നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി എവിടെയാണ് ഓപ്പൺ ചെയ്തത് അതിൻ്റെ ഏകദേശം 10-60 പോയിന്റ് മാത്രമാണ് നിഫ്റ്റിയും അപ്സൈഡ് മൂവ് ചെയ്തിട്ടുള്ളത്. പക്ഷേ സെൻസെക്സിനകത്ത് നമുക്ക് ഈസി ആയിട്ട് ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കോൾ ഓപ്ഷനിലും പുട്ട് ഓപ്ഷനിലും എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് പ്രീമിയത്തിൻ്റെ പുട്ട് ഓപ്ഷൻ്റെ നമുക്ക് എന്താണ് നമ്മുടെ പ്രീമിയത്തിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു എക്സ്പയറി ഡേയിൽ ട്രേഡുകൾ കാര്യങ്ങൾ. അപ്പോൾ അത് നമുക്ക് ഹെവി ആയിട്ട് തന്നെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. കാരണം എല്ലാ ദിവസങ്ങളിലും ഞാൻ ഐറ്റം തന്നെയാണ് പ്രീമിയത്തിൻ്റെ ചാർട്ട് കൊടുക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ കോൾ ഓപ്ഷൻ്റെ കൊടുത്തിട്ടുണ്ടായിരുന്നു, പുട്ട് ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ 2 ട്രേഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റ് വന്ന ഹീറോ സി സൈറ്റിലേക്ക് നമുക്ക് മാന്യമായ പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ ലെവൽസ്. സ്റ്റിൽ ആ ലെവൽസ് വയലേഡ് ആണ്. ഓക്കെ, ഈ ലെവൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ദിവസം ഞാൻ കൊടുത്ത ലെവലാണ്, പിന്നെ ഇത് ഞാൻ ലൈവിൽ കൊടുത്ത ലെവലാണ് താഴെ. ഓക്കെ, അപ്പോൾ ഇന്നലെ കൊടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു സോണിലാണ്. ഏകദേശം ഇന്നലത്തെ നിങ്ങൾക്ക് കോൾ ഓപ്ഷൻ്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എത്ര മണിക്കാണ് 1:40 ട്രേഡ്. ഓക്കെ, 1:40 ലെവൽസ്. ഇത് ഞാൻ നിങ്ങൾക്ക് തന്ന ലാസ്റ്റ് വീഡിയോയിൽ തന്നിരിക്കുന്ന ലെവൽസ് വെച്ചിട്ടാണ് പറയുന്നത്. അതുകൂടാതെ കുറേ ലെവൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ 1:40 എന്ന് പറയുന്നത് എവിടെയാണ് 85 ഏകദേശം 136 വരെ അത് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിന് അതേപോലെ തന്നെ കുറച്ച് ലെവൽസ്, ഓക്കെ ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മളെ വീക്കിലി എക്സ്പയറിയിൽ ഉണ്ടാക്കിയ റെസിസ്റ്റൻസ് ആണ്.
അതിനുശേഷം എന്ത് ചെയ്തു 3-ാം തീയതി ഓക്കെ ബുധനാഴ്ച മാർക്കറ്റ് റെസിസ്റ്റൻസ് എവിടെയാണെന്ന് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ബുധനാഴ്ച നമുക്ക് സെൻസെക്സിന്റെ പ്രീമിയത്തിൽ നമുക്ക് ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് രാവിലെ കവറിങ് കിട്ടിയിട്ടുണ്ടായത് 3-ാം തീയതി. 4-ാം തീയതി മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ലെവൽസിൽ അറിയാൻ വേണ്ടി പറ്റും. ഈ ലെവൽസ് ഞാൻ വ്യാഴാഴ്ച രാത്രി ഞാൻ വോളിയം പ്രൊഫൈലിന്റെ ഗ്രൂപ്പിൽ കൊടുത്തതാണ്. ഇന്നലെ നമ്മൾ 100ൽ ഇവിടെ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഫ്രീ ആയിട്ട് ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഇതിന് എൻട്രി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം എന്താണ് 100 മുതൽ 168 വരെ ഇതിന്റെ എന്ത് ചെയ്തിട്ടുണ്ട് പ്രീമിയം മൂവ് ചെയ്തിട്ടും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ലെവൽസ് ആണ് ഞാൻ ഇന്നലെ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായി. ഇന്നലെ മിനിഞ്ഞാന്ന് ഗ്രൂപ്പിൽ കൊടുത്ത ലെവലാണ്. കാരണം ഇത് നമുക്ക് ബുധനാഴ്ച ഉണ്ടാക്കിയ ലെവലാണ്. വ്യാഴാഴ്ച അവിടെ നിന്ന് എന്ത് ചെയ്തു ഹെവി ആയിട്ടുള്ള മൂവ് നമുക്ക് ഓരോ ലെവൽസിലും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതിവിടെ തന്നെയാണ് നമ്മൾ സെൻസെക്സിന്റെ CM ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിഫ്റ്റിയിൽ ഏകദേശം 70 പോയിന്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ സെൻസെക്സിനകത്ത് ഈസി ആയിട്ട് 300-400 പോയിന്റ് മൂവ് ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഓക്കെ, അതേപോലെ ഇന്നലെ രാവിലെ നമ്മൾ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ലെവൽ തന്നെയായിരുന്നു നമ്മൾ രാവിലെയും ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ നമ്മൾ നിഫ്റ്റിയിലെ പുട്ടിന്റെ ചാർട്ട് ഓക്കെ പുട്ടിൽ നമ്മൾ ലെവൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പുട്ടിൽ നമ്മൾ റെസിസ്റ്റൻസ് ഏരിയാസ് ഓക്കെ ബാക്കിയുള്ള ഞാൻ ലെവൽസ് കളഞ്ഞിട്ടാണുള്ളത്. ജസ്റ്റ് ഞാൻ നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൽ പറഞ്ഞുതരാം. ഓക്കെ, ഫ്യൂച്ചറിൽ നമ്മൾ ഒരു റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഏകദേശം 570 ലെവലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ റീസണും ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. എവിടെയാണ് നമ്മൾ കൊടുത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. കാരണം ഇത് നമ്മളെ മാർക്കറ്റ് ബെൻഡായ ലെവലാണ് ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് അല്ലേ. ആ ലെവലിൽ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് മാർക്കറ്റ് 3-ാം തീയതി വന്നിട്ടുള്ളത്. അതിനുശേഷം ഇന്നലെയും ഈ ലെവലിൽ ഓക്കെ നമുക്ക് 2 എൻട്രിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഒന്ന് 10 മണിക്ക് എൻട്രി വന്നിട്ടുണ്ടായിരുന്നു 10:10. അതിനുശേഷം 11:10 നമുക്ക് എൻട്രി വന്നിട്ടുണ്ടായിരുന്നു. ഈ ലെവൽസ് ഞാൻ വോളിയം പ്രൊഫൈലിന്റെ ഗ്രൂപ്പിൽ മിനിഞ്ഞാന്ന് രാത്രി കൊടുത്ത ലെവലാണ്. കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്നിട്ട് കമന്റിൽ പറയാൻ വേണ്ടി പറ്റും. ഈ സപ്പോർട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു നിഫ്റ്റിയുടെ ഹെവി സപ്പോർട്ട് ഹെവി റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവന്തോ 2 ട്രേഡ് പുട്ട് ഓപ്ഷനിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ പുട്ട് ഓപ്ഷനിൽ എത്ര മണിക്കാണ് ഏകദേശം 10:10 ഫസ്റ്റ് ട്രേഡ് ആക്റ്റീവ് ആയിട്ടുള്ളത്. ഓക്കെ, പുട്ട് ഓപ്ഷന്റെ ട്രേഡിൽ ഇതിനകത്ത് പോകാൻ നിങ്ങൾക്ക് ബാക്കിയുള്ളതെല്ലാം ഞാൻ കളഞ്ഞുതരാം. 10:10 ലെവല് ഓക്കെ 10:10 ലെവലിൽ ഇതാണ് അല്ലേ. ഏകദേശം 128 രൂപയുള്ള പ്രീമിയമാണ് ഏകദേശം 238 വരെ പോയത്. ഏകദേശം 100 പോയിന്റ് 11 മണിക്ക് വീണ്ടും ആക്റ്റീവ് ആയിട്ടുണ്ട്. 11:10 റേഞ്ചിൽ 130 രൂപയുള്ള പ്രീമിയമാണ് ഏകദേശം 260 വരെ പോയിട്ടുള്ളത്. 2 ട്രേഡ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 200 പോയിന്റ് നമുക്ക് അവിടെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതേപോലെ നമ്മൾ കോൾ ഓപ്ഷനിൽ സപ്പോർട്ട് ഏരിയയിൽ വന്ന സമയത്ത് ഞാൻ പറഞ്ഞ 85 പ്രീമിയം ഏകദേശം 135 വരെ എന്തോ പോയിട്ടുണ്ട്. ഏകദേശം അവിടെയും 10-40 പോയിന്റ് 240 പോയിന്റ് ജസ്റ്റ് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ വെച്ച് മാത്രം ഇന്നലെ ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റി. കാരണം ഇന്ന് ഈ 2 ലെവൽസ് ഞാൻ മിനിഞ്ഞാന്ന് രാത്രി ഏകദേശം 10 ടൈം പറയുകയാണെങ്കിൽ 10:19 രാത്രി കൊടുത്തതാണ്. 10:19 PM മിനിഞ്ഞാന്ന് രാത്രി ഞാൻ ഗ്രൂപ്പിൽ കൊടുത്ത ലെവൽസാണ് ഈ ഒരു സപ്പോർട്ടും ഈ ഒരു റെസിസ്റ്റൻസും. ഓക്കെ, കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്നിട്ട് പറയാൻ വേണ്ടി പറ്റും. ഈ വീക്കിൽ ഏതെങ്കിലും ദിവസം ഞാൻ ട്രേഡ് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്നിട്ട് പറയാൻ വേണ്ടി പറ്റും. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഇന്നലെ വരെ എല്ലാ ദിവസങ്ങളിലും നൈറ്റിൽ ഞാൻ ലെവൽസ് കൊടുത്തിട്ടുണ്ട്. എല്ലാ ലെവൽസും അടിപൊളിയായിട്ട് തന്നെ വർക്കും ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ വോളിയം ബേസ്ഡ് ആയിട്ടാണ് ട്രേഡ് കൊടുക്കുന്നത്. അപ്പോൾ വോളിയം ബേസ്ഡ് ആയിട്ട് ട്രേഡ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും. കാരണം നമ്മൾ ലെവൽസിൽ ഒരു പ്രാവശ്യം ആയിരിക്കത്തില്ല എത്ര പ്രാവശ്യം മാറുന്ന കഴിഞ്ഞാലും. കാരണം എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ബൈയിങ് പോയ പ്രൊഫൈലിൽ എവിടെയാണ് സെല്ലേഴ്സ് ആക്റ്റീവ് ആകുന്നത് ഈ ഒരു സോണിലാണ് സെല്ലേഴ്സ് ആക്റ്റീവ് ആകുന്നത്. അവിടെ വരുന്ന സമയത്തൊക്കെ എന്താണ് മാർക്കറ്റിൽ റെസിസ്റ്റൻസ് ആണ് ആക്ട് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ എന്ത് സെല്ലിംഗ് വന്ന പ്രൊഫൈലിൽ എവിടെയാണ് ബയേഴ്സ് കയറുന്നത് ആ ബയേഴ്സിന്റെ ഏരിയാസിലെല്ലാം മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട് ബയർ പുഷ് ചെയ്ത് പോകുന്നുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു സോണിലെല്ലാം മാർക്കറ്റ് ഹെവി ആയിട്ടുള്ള എന്താണ് ബൈയിങ് ആണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വോളിയം പ്രൊഫൈൽ വെച്ചിട്ട് മാത്രമാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. വേറെ ഒരു സ്ട്രാറ്റജി വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. കാരണം അത്രത്തോളം പോയിന്റ് ആണ് നമുക്ക് കിട്ടുന്നത്, അത്രത്തോളം ആക്യുറസി ആണ് നമുക്ക് കിട്ടുന്നത്. വോളിയം പ്രൊഫൈലിന്റെ ഗ്രൂപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. രാത്രി ഞാൻ കൊടുക്കുന്ന ഒരു ലെവൽസിൽ നിങ്ങൾക്ക് ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3-4 മാസം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പോലും മാക്സിമം ഞാനൊരു 100 ട്രേഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊരു 10 ട്രേഡ് മാത്രമായിരിക്കും SL ഹിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആവത്തുള്ളൂ. അതിൽ കൂടുതൽ SL ഹിറ്റ് ആയിട്ടില്ല, ഐ എം ഷുവർ ആണ് ദാറ്റ്. പിന്നെ നമ്മൾ കൊടുക്കുന്ന ട്രേഡ് നമ്മൾ പ്രീമിയത്തിൽ കൊടുക്കുന്ന ട്രേഡ് എന്ന് പറയുന്നത് 7-8 പോയിന്റ് റിസ്ക് വെച്ചിട്ടാണ്. നമ്മൾ 1 മിനിറ്റിലാണ് നോക്കുന്നത്. 1 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയിരിക്കും നമ്മൾ SL വരുന്നത്. ഇവന്തോ നമുക്ക് വരുന്ന ട്രേഡിന്റെ SL എന്ന് പറയുന്നത് മാക്സിമം പോയ ഒരു 15 പോയിന്റ് അപ്പുറത്തേക്ക് നമ്മൾ കൊടുക്കാറില്ല. ഓക്കെ, അപ്പം അത്രയും ചെറിയ പോയിന്റ് SL എടുത്തിട്ടാണ് നമ്മൾ 100-200 പോയിന്റ് ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ ലെവൽസുകളും എല്ലാ ദിവസത്തും ഞാൻ എൻ്റെ വോളിയം പ്രൊഫൈലിൽ ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട്. ഒറ്റ ദിവസങ്ങളിൽ ഞാൻ യൂട്യൂബിൽ ഇടുന്നില്ലെങ്കിൽ പോലും
വോളിയം പ്രൊഫൈലിന്റെ ഗ്രൂപ്പിൽ, കാരണം വോളിയം പ്രൊഫൈലിന്റെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ പഠിപ്പിച്ച എൻ്റെ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ അവരെ പ്രോഫിറ്റിലെത്തിക്കുക എന്നത് എൻ്റെ ബാധ്യതയാണ്. അപ്പോൾ അതിനുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ വശത്ത് ചെയ്യുന്നതായിരിക്കും. എല്ലാ ദിവസങ്ങളിലും ഞാൻ നൈറ്റിൽ ട്രേഡ് കാര്യങ്ങൾ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഗോൾഡിലേക്ക് പോകാം. ഗോൾഡിൽ രാവിലെ കുറച്ച് ബിസി ആയിരുന്നു. നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞിട്ടല്ല, എനിക്കൊന്ന് നൈറ്റിലായിരിക്കും. ടെലിഗ്രാമിൽ കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ. ഓക്കെ, പക്ഷേ ഞാനൊരു സെല്ല് എടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 60 എന്ന റേഞ്ചിൽ നിന്നാണ് സെല്ല് എടുത്തിട്ടുള്ളത്. ഏകദേശം 100 പോയിന്റിന് മേലെ നമ്മളത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടാവും. ടെലിഗ്രാമിൽ നിങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനുശേഷം വോളിയം പ്രൊഫൈലിന്റെ ഗ്രൂപ്പിൽ ഇട്ട ലെവൽസ് ആണ് ഈ ഒരു ലെവൽസ് എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മൾ ബൈ സ്കാൽപ്പ് പിടിക്കാൻ വേണ്ടി എടുത്തതാണ്. ഈ ഒരു ലെവലിൽ ഒരു 4 പോയിന്റ് എസ് എൽ വെച്ചിട്ട് അതിനുശേഷം അത് താഴെ വന്ന സമയത്ത് നമ്മളത് സെല്ല് എടുത്തിട്ടുണ്ടായിരുന്നു. സെല്ല് എടുത്തത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഹെവി ആയിട്ടുള്ള മീൻസ് സപ്പോർട്ട് ഏരിയ ആണ്. അത് പൊട്ടിയതുകൊണ്ട് മാർക്കറ്റ് നല്ല രീതിയിൽ വീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഏകദേശം 78ലാണ് സെല്ല് എടുത്തിട്ടുണ്ടായിരുന്നത് ഇതിന്റെ റീടെസ്റ്റിൽ. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ള റീടെസ്റ്റ് ആണ് നമ്മൾ എൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ 79 വരെ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ എൻട്രി എന്ന് പറയുന്നത് 78ലായിരിക്കും. നിങ്ങൾ എല്ലാവരും അത് കണ്ടിട്ടുണ്ടാവുന്ന വരുന്നുണ്ട്. ഓക്കെ, ടെലിഗ്രാമിലാണെങ്കിലും വാട്സപ്പിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 78ൽ കൊടുത്ത് 78 ഏകദേശം 66 മാർക്കറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ 50 പോയിന്റ് കിട്ടിയപ്പോൾ അത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓൾമോസ്റ്റ് ടൈം രാത്രി 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അല്ലേ. ക്ലോസ് ചെയ്ത സമയത്ത് തന്നെ 11:30 സമയത്ത് നമ്മളത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ടാർഗറ്റ് ഈ ഒരു ലെവലാണ് നമ്മൾ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്തത് 113 പോയിന്റ്. ഓക്കെ, കാരണം ഹെവി ആയിട്ടുള്ള ഏരിയാസ് ആണ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നത് രാവിലെ, ഇത് ഞാൻ ലേറ്റ് ആയിട്ട് കണ്ടത്, രാവിലെ ഒരു ട്രാപ്പ് ഉണ്ടായിരുന്നു മാർക്കറ്റിൽ അല്ലെ. നമുക്കൊരു ട്രാപ്പ് ഇവിടെ സംഭവിച്ചു. സ്വാഭാവികമായിട്ടും നമുക്ക് സെല്ലിനുള്ള ഏരിയാസ് ആയിരുന്നു ഈ ഒരു ഏരിയ. ഹെവി മേലെയുള്ള ഏരിയ സെല്ലിനുള്ള ഏരിയാസ് ആണെന്നും. ഓക്കെ, ഏകദേശം എന്താണ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 2 പോയിന്റ് എസ് എൽ ഏരിയ വരുന്നത്. അത് ഫസ്റ്റ് ടാർഗറ്റ് സ്വാഭാവികമായിട്ടും നമ്മൾ എന്താണ് ഇവിടെയാണ് ബുക്ക് ചെയ്യുക. കാരണം ഇത് സപ്പോർട്ട് എടുക്കുന്നത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അതിനുശേഷം മാർക്കറ്റ് അവിടെ നിന്നാണ് സപ്പോർട്ട് എടുത്തു പോയത്. വീണ്ടും എന്ത് ചെയ്തു, മാർക്കറ്റിൽ ഇവിടെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ നമുക്ക് ബൈ ആക്റ്റീവ് ആണ്. അപ്പൊ നമ്മുടെ ഡിസ്കൗണ്ട് ബൈ എന്ന് പറയുന്നത് എവിടെയാണ്, ഡിസ്കൗണ്ട് ബൈ താഴെയാണ്. ഇത് വോളിയം പ്രൊഫൈൽ പഠിച്ച എല്ലാവർക്കും അറിയാം ട്രാപ്പ് സെറ്റപ്പ് എന്താണെന്ന്. അവിടെ നിന്ന് ഏകദേശം മാർക്കറ്റ് 15 പോയിന്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 2 പോയിന്റ് എസ് എൽ ആണ്. സ്വാഭാവികമായിട്ടും 2 പോയിന്റ് റിസ്ക് എടുക്കുന്ന ആൾ 15 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാതിരിക്കത്തില്ല. അതിനുശേഷം മാർക്കറ്റ് അതിന്റെ താഴെ ക്ലോസ് ചെയ്തു. അവിടെ നിന്ന് മാർക്കറ്റ് ഷാർപ്പായിട്ട് ഫാൾ ചെയ്തു. ഓക്കെ, ക്യാൻഡലിന്റെ ആ ക്ലോസിംഗ് നോക്കിക്കഴിഞ്ഞാൽ, കാരണം നമ്മളെ ട്രാപ്പ് ലെവലാണ്. അപ്പൊ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 122 പോയിന്റ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഫോളോ ചെയ്തിട്ടുണ്ട്. 122 അല്ല, ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 130 പോയിന്റിന്റെ അടുത്ത് മാർക്കറ്റ് ഫോളോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ട്രാപ്പ് ഏരിയ നിന്ന്. ഓക്കെ, അപ്പൊ ഈ ലെവൽ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ഒരു ബൈ വരണമെങ്കിൽ ഇത് ലെവലിന്റെ മേലെ പോകണം. പിന്നെ നെക്സ്റ്റ് ഈ സപ്പോർട്ട് സോൺ എന്ന് പറഞ്ഞാൽ ഇതൊരു സപ്പോർട്ടാണ്, ഇതൊരു സപ്പോർട്ടാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഗോൾഡിൽ പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് ഇതേപോലെ പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ ഒരുപാട് ട്രേഡുകൾ നമ്മൾ കൊടുക്കാറില്ല, 1-2 ട്രേഡ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ കൊടുക്കുന്ന ട്രേഡിൽ നമ്മൾ മാന്യമായ പ്രോഫിറ്റ്, നമ്മൾ 50 പോയിന്റ് 60 പോയിന്റ് 100 പോയിന്റ് ഒക്കെയാണ് ട്രേഡിൽ ടാർഗറ്റ് പിടിക്കുന്നത്. പിന്നെ ഗോൾഡിൽ അറിയാം 0.01 എടുക്കുന്ന ഒരാൾക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഏറ്റവും ബേസിക് ലോട്ടാണത്. അപ്പൊ അത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു $20 മതി ക്യാപിറ്റൽ. അറ്റ്ലീസ്റ്റ് $100 ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 0.3 ഒക്കെ എടുത്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു ചെറിയ 4 പോയിന്റ് ഒക്കെ റിസ്ക് എടുക്കുന്ന ഒരാൾക്ക്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് ഈസി ആയിട്ട് ഒരു 10 പോയിന്റ് കിട്ടുമ്പോൾ നിങ്ങൾ ഹാഫ് ലോട്ട് ബുക്ക് ചെയ്ത് ബാക്കിയുള്ള നിങ്ങൾക്ക് മാക്സിമം ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താവും, നിങ്ങളെ 100 ക്യാപിറ്റലുള്ള അക്കൗണ്ട് 300, 400, 500 ആയിട്ട് പയ്യെ ഗ്രോ ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പൊ ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ ട്രൈ ചെയ്യുക. കാരണം നമ്മൾ ചെറിയ പോയിന്റിലാണ് എസ് എൽ എടുക്കുന്നത്. നമ്മൾ 1 മിനിറ്റ് ക്യാൻഡിലാണ് എസ് എൽ നോക്കുന്നത്. അപ്പൊ നമുക്കൊരു 4 പോയിന്റ് 5 പോയിന്റിൽ മാത്രമാണ് നമ്മൾ ട്രേഡ് എസ് എൽ പ്ലാൻ ചെയ്യത്തുള്ളൂ. അതേപോലെ നമ്മുടെ ടാർഗറ്റ് വലിയ ടാർഗറ്റ് ആയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾ ഈ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക നെക്സ്റ്റ് വീക്കിലേക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇന്ത്യൻ മാർക്കറ്റിലുള്ള കാര്യങ്ങൾ ഞാൻ എല്ലാ ദിവസങ്ങളിലും നൈറ്റിൽ മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് വോളിയം പ്രൊഫൈൽ ഗ്രൂപ്പിൽ മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുള്ളൂ. അപ്പം കൂടുതൽ ആർക്കെങ്കിലും വോളിയം പ്രൊഫൈൽ പഠിക്കാനും അത് വെച്ചിട്ട് ട്രേഡ് ചെയ്യാനും നമ്മളെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനും താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയക്കുക. പിന്നെ പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുക. അല്ലാതെ ജസ്റ്റ് എന്തെങ്കിലും കാണിച്ചിട്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ വരുന്ന ആളൊന്നും വന്നിട്ട് കാര്യമില്ല. അപ്പൊ പറയുന്ന കാര്യങ്ങൾ പഠിക്കുക, പഠിപ്പിച്ച കാര്യങ്ങൾ ഫോളോ ചെയ്യുക. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഗ്രൂപ്പിൽ ഞാൻ തരുന്നതായിരിക്കും. പ്രോഫിറ്റിൽ എത്തിപ്പെടാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അത് ഓൾമോസ്റ്റ് ഇന്ത്യൻ മാർക്കറ്റിലാണെങ്കിൽ നൈറ്റിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഗോൾഡിലാണെങ്കിൽ ഡേ ടൈമിലും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.